ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനിപ്പോൾ ഉള്ളത് മലേഷ്യയിലാണ്. മലേഷ്യയിൽ ജോഹോർ എന്നൊരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എങ്ങനെ മലേഷ്യയിലേക്ക് വരാം, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ, കറൻസി കാര്യങ്ങൾ, എങ്ങനെയൊക്കെ എവിടെയൊക്കെ എക്സ്പെൻസീവ് പ്ലേസസ് ഉണ്ട്, എവിടെയൊക്കെ ബഡ്ജറ്റ് നമുക്ക് സ്റ്റേ ചെയ്യാം, അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസാണ് ഞാനൊരു വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഏകദേശം 2 ദിവസമായി വന്ന്, ഇപ്പം ആദ്യമായിട്ടാണെന്ന് ഞാൻ വ്ലോഗ് ചെയ്യുന്നത്. ഇപ്പം ഞാനുള്ളത് KL നിന്ന് 313 കിലോമീറ്റർ, ഏകദേശം ഒരു 5 hour 6 hour ജേണി ഉണ്ട് ബസ്സിന്. ട്രെയിനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ബസ്സിനാണ് വന്നത്. അപ്പോൾ 2 ദിവസം KL നിന്ന്, പിന്നെ ബാത്തു കേവ്സ്, അതുപോലെ തന്നെ ട്വിൻ ടവേഴ്സ്, ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതൊന്നും ഞാനും വീഡിയോ ഒക്കെ ടൈം കിട്ടിയില്ല, പെട്ടെന്നായിരുന്നു ജേണിയൊക്കെ. അപ്പോൾ ഞാനിതിൽ മെയിൻലി പറയാൻ പോകുന്നത്, ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എങ്ങനെ മലേഷ്യയിലേക്ക് ചീപ്പറായിട്ട് വരാം, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ബഡ്ജറ്റ് ട്രാവൽസ് ആണ്. അപ്പോൾ ഞാനും പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ ബഡ്ജറ്റ് ട്രാവൽസ് ആണ്. ഏകദേശം ഒരു 3 weeks മലേഷ്യയിൽ നിൽക്കാൻ പ്ലാൻ ഉണ്ട്. ഞാൻ മെയിൻലി പ്ലാൻ ചെയ്യുന്നത് മെയിൻ ടൂറിസ്റ്റ് പ്ലേസായ ഈ KL കാര്യങ്ങളൊന്നും അല്ലാതെ കുറച്ചും കൂടി ഗ്രാമങ്ങളിലൊക്കെ പോയിട്ട് വില്ലേജൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അവിടുത്തെ ഹെറിറ്റേജും കൾച്ചറൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ട്രിപ്പാണ്. അപ്പോൾ വില്ലേജ് ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എക്സ്പെൻസ് കുറയും. അപ്പോൾ ടൗണിനേക്കാളും അവിടെ ബഡ്ജറ്റ് സ്റ്റേയും കാര്യങ്ങളൊക്കെ ചീപ്പറാണ്. അപ്പോൾ KL ഞാൻ 2 ദിവസം സ്റ്റേ ചെയ്തു. അപ്പോൾ ഇന്ന് ഞാൻ ജോഹോർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതൊരു വില്ലേജാണ്. ഞാൻ കേംപക് എന്ന് പറഞ്ഞൊരു വില്ലേജിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് കുറച്ചും കൂടി ഒരു 1 കിലോമീറ്റർ ഉണ്ട്. ഞാൻ ഏകദേശം 2 കിലോമീറ്റർ നടന്നു, രാവിലെ തന്നെ നടന്നു. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റേ ചെയ്യുന്നത് ഒരു പള്ളിയിലാണ്. സ്റ്റേ ചെയ്യല്ല, ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആകാനും. ഇവിടെ ഒരുപാട് പള്ളികൾ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാനും ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആകാനും ഒന്ന് വാഷ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. ഒരുപാട് നല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരും സംഭവങ്ങളും തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. അങ്ങനെ ഞാൻ ജോഹോർ എത്തി. ജോഹോറിലേക്ക് എങ്ങനെ എത്താന്നുള്ളത് അധികം എക്സ്പ്ലോർ ചെയ്തിട്ട് കണ്ടിട്ടില്ല. KL കാര്യങ്ങളും ബാത്തു കേവ്സും അതുപോലെ തന്നെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള പ്ലേസസ് ഒക്കെ പോകണം. അപ്പോൾ ഞാൻ ഈ സീരീസിൽ കാണിക്കാൻ പോകുന്നത് ഹിഡൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ അൺഡിസ്കവേർഡ് ആയിട്ടുള്ള കുറച്ച് വില്ലേജസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഏകദേശം 3 weeks ഇവിടെ നിൽക്കണം. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇന്തോനേഷ്യ അല്ലെങ്കിൽ തായ്ലൻഡ് പോകണം. അതൊക്കെ എങ്ങനെ ബഡ്ജറ്ററി ആയിട്ട് പോകുന്നുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോ ഡീറ്റെയിൽ ആയി പറയാം. അപ്പോൾ മെയിൻലി ഇതുവരെയുള്ള എൻ്റെ എക്സ്പെൻസും കാര്യങ്ങളും ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ്, സ്കൈ സ്കാനറിലാണ് ബുക്ക് ചെയ്തത്. കോയമ്പത്തൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ് ഡിപ്പാർട്ട് ചെയ്തത്. ഞാൻ ഏകദേശം റൗണ്ട് ട്രിപ്പ് അല്ല എടുത്തത്, ഞാൻ 1 way ആണ്. കാരണം എൻ്റെ ട്രിപ്പ് അൺപ്ലാൻഡ് ആണ്. ഞാൻ ഇന്ന് എത്ര ദിവസം നിൽക്കുന്നുള്ളൊരു കാര്യത്തിലൊരു ഐഡിയ അല്ല. ഏകദേശം 7,700 രൂപയാണ് ടിക്കറ്റ് വന്നത്. കുറച്ചും കൂടി നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 4,000 5,000 ഞാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് ആ ലെവലിൽ കിട്ടി. പക്ഷേ കണക്റ്റഡ് ഫ്ലൈറ്റാണ്. അത് ഞാൻ സിംഗപ്പൂർ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ലേ ഓവർ ഉള്ളതുകൊണ്ട് സിംഗപ്പൂർ എയർപോർട്ടും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണാൻ പറ്റി. അതുകൊണ്ടാണ് ഞാൻ കണക്റ്റഡ് എടുത്തിട്ട് സിംഗപ്പൂർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്, എയർ ഏഷ്യൻ്റെ ഒരു ഫ്ലൈറ്റ് ഉണ്ട് കൊച്ചിയിൽ നിന്ന്, അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് നിന്നൊക്കെ. വളരെ ചീപ്പറാണ്. അത് അത്ര വലിയ റേറ്റ് ഒന്നും വരുന്നില്ല. പിന്നെ വിസ കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ഈ 2024 ഡിസംബർ വരെ നമുക്ക് വിസ ഫ്രീ ആണ്. അപ്പോൾ അത് മൾട്ടിപ്പിൾ എൻട്രി, എത്ര എൻട്രി വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ പിന്നെ ഇമിഗ്രേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വന്ന് പോകാൻ പറ്റിയൊരു ഏരിയ അല്ല. അപ്പോൾ ഒരുപാട് റൂൾസും കാര്യങ്ങളുണ്ട്. അത് നമ്മൾ കറക്റ്റ് പാലിച്ചില്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് റിട്ടേൺ കടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുറച്ച് എമിഗ്രേഷൻ കുറച്ചും കൂടി എനിക്ക് ടഫറായി ഫീൽ ചെയ്തു. അപ്പോൾ അതിൽ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമുക്ക് ഒരു റിട്ടേൺ ടിക്കറ്റ് വേണം, വാലിഡ്. അപ്പോൾ എല്ലാ ഇൻ്റർനാഷണൽ ജേണിയിലും അത് വാലിഡാണ്, നിർബന്ധമായിട്ടും നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഹോട്ടൽ ബുക്കിംഗ്, അത് മസ്റ്റാണ് ഇവിടെ. നമ്മൾ എത്ര ദിവസം നിൽക്കുന്നു, അത്ര ദിവസത്തെ ഒരാഴ്ചത്തേക്കാണ് നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ആ ഒരാഴ്ചത്തേക്ക് ഉള്ള ഹോട്ടൽ ബുക്കിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എമിഗ്രേഷനിൽ അതിനെക്കുറിച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി ചോദിക്കും. മാക്സിമം നിങ്ങൾ ഡെമ്മി ടിക്കറ്റ് എടുത്ത് പോരുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് പ്ലാൻ ഉണ്ടെങ്കിൽ റൗണ്ട് ട്രിപ്പ് എടുത്തിട്ട് പോരുക. അപ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അല്ലാതെ കറക്റ്റ് പ്ലാനിങ് ഇല്ലാത്തവർക്ക് എന്താ പറയുക, ഡെമ്മി ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് വരാം. ഒരാഴ്ചത്തേക്ക് എന്നാണോ നിങ്ങൾ ഡിപ്പാർട്ട് ചെയ്യുന്നത്, എന്നാണ് നിങ്ങൾ ഇവിടെ നിന്ന് എക്സിറ്റ് ആകുന്നത്, ആ കറക്റ്റ് ഡേറ്റിലുള്ള ഹോട്ടൽ ബുക്കിംഗ് മസ്റ്റാണ്. അതുപോലെ തന്നെ ഹോസ്റ്റൽസ് എടുക്കുമ്പോൾ ഇമിഗ്രേഷന് കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. എന്തിനാണ്, ഞാൻ ഫസ്റ്റ് ടൈം വന്ന സമയത്ത് ഒരാൾ വന്ന സമയത്ത്, നമ്മളെ റിലേറ്റീവ് വന്ന സമയത്ത്, പിന്നെ അവർക്ക് ഈ ഹോസ്റ്റലിൽ അതിൻ്റെ പേരിൽ ഒരുപാട് ക്വസ്റ്റ്യനും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇമിഗ്രേഷൻ്റെ. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ. പിന്നെ പേഡ് പ്രോപ്പർട്ടി കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ആ ഒരു എക്സ്പീഡിയ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് കാണാം. പേഡ് പ്രോപ്പർട്ടി എന്നുള്ള സംഭവങ്ങൾ കാണാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു ഡിജിറ്റൽ അറൈവൽ കാർഡ്, മലേഷ്യൻ ഡിജിറ്റൽ അറൈവൽ കാർഡ് വേണം. അതിന് ഡിപ്പാർട്ട് ചെയ്യുന്നതിൻ്റെ, അതായത് നിങ്ങൾ പുറപ്പെടുന്നതിൻ്റെ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മളത് ചെയ്ത് വെക്കണം. മാക്സിമം നിങ്ങൾ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ 1-2 ദിവസം മുന്നേ അത് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഹോട്ടൽ ബുക്കിംഗായി, റിട്ടേൺ ടിക്കറ്റായി, അതുപോലെ തന്നെ ഡിജിറ്റൽ അറൈവൽ കാർഡ്, പിന്നെ ഇത്രയും കാര്യങ്ങൾ.
ആയിക്കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഷോ മണി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അങ്ങനെയായിട്ട് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ കാരണം വെച്ചാൽ ഒരു ഇമിഗ്രേഷനിൽ നമ്മളെ എന്തെങ്കിലും ഒരു ചെറിയ ഡൗട്ട് ഒടിഞ്ഞു കഴിഞ്ഞാൽ ചില അധികം ആൾക്കാരോട് ചോദിക്കാറുണ്ട്. എന്നോട് ലാസ്റ്റ് ടൈം വന്നപ്പോൾ ചോദിച്ചില്ല, അതിന് മുന്നേ നമ്മളൊരു സുഹൃത്ത് വന്ന സമയത്ത് അവനോട് കറക്റ്റ് കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ 2000 റിങ്കറ്റ് നമ്മൾ കൺവേർട്ട് ചെയ്ത് INR കൺവേർട്ട് ചെയ്ത് റിങ്കറ്റ് ആക്കിയിട്ട് വെക്കണം. അത് നമ്മൾ കുറച്ച് ഫണ്ടാക്കി, അത് നിങ്ങളെ ലെക്ക് പോലെ ഉണ്ടാവും, ഇമിഗ്രേഷൻ ഓഫീസറെ മൂഡ് പോലെ ഉണ്ടാവും. അപ്പോൾ 2000 റിങ്കറ്റ് മാക്സിമം ആക്കി വെക്കുക. ഏകദേശം 34, 36, അതായത് നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്ചേഞ്ച് റേറ്റ് അനുസരിച്ച് 34, 36, 38 ആയിട്ട് ഉണ്ടാവും അതിൻ്റെ വാല്യൂ. അപ്പോൾ അത് കൺവേർട്ട് ചെയ്തിട്ട് എന്താ ചെയ്യുക, ഇമിഗ്രേഷനിൽ ചോദിക്കുന്ന സമയത്ത് അത് കാണിക്കണം. അത് ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് മലേഷ്യയിലേക്ക് എത്തുന്നു. വലിയ സംഭവങ്ങളല്ല, പക്ഷെ എന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ മലേഷ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഒരുപാട് ചീപ്പറാണ്. അത്ര നമ്മളൊക്കെ ഇന്ത്യൻ ലെവലിൽ നമ്മൾ എക്സ്പെൻസ് ഉള്ള അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിനേക്കാളും കുറച്ച് എക്സ്പെൻസീവ് ഉണ്ടെങ്കിലും പക്ഷേ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഒരു ആവറേജ് എക്സ്പെൻസ് ഡെയിലി ഒരു 50 റിങ്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാ രീതിയിലും, അത് ഏകദേശം 600, 700, 800 രൂപ വരെ നമുക്ക് വിത്തൗട്ട് ഇൻക്ലൂഡിങ് നമുക്ക് അക്കോമഡേഷനൊക്കെ കൂട്ടി ഒരു 1000 രൂപേൻ്റെ ചൂടെ എക്സ്പെൻസ് വരുള്ളൂ. അതിൽ നമ്മൾ തീരുമാനങ്ങളനുസരിച്ചുണ്ടാവും അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളും. ബാക്ക് പാക്കേഴ്സ് ആണെങ്കിൽ ചെറിയ ഹോസ്റ്റൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ വന്നു പോകാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഞാൻ ഇന്ന് ബേസിക്കലി പറയാൻ പോകുന്നത് സിറ്റിയിൽ നിന്ന് മാറിയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ തായ്ലൻഡ് ബോർഡർ ഉണ്ട്, അതുപോലെ തന്നെ ഇന്തോനേഷ്യൻ ബോർഡർ ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഇന്തോനേഷ്യൻ ബോർഡറിലാണ്. ബത്താം ഓടുന്ന ഇന്തോനേഷ്യയിലേക്ക് ഫെറി കിട്ടും. ഇവിടുന്ന് വിസ എടുത്തിട്ട് അത് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. ഞാനൊരു 2 വീക്സ് 3 വീക്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് ഏത് കൺട്രിയിലേക്കാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ പ്ലാൻ ആയിട്ടില്ല. ഒന്നെങ്കിൽ സിംഗപ്പൂർ, അല്ലെങ്കിൽ ഇന്തോനേഷ്യ, അല്ലെങ്കിൽ തായ്ലാൻഡ്. ഈ 3-ൽ ഞാൻ ഏതെങ്കിലും ഒന്ന് പോകും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ 3 വീക്സ് അല്ലെങ്കിൽ 2 വീക്സിൻ്റെ ഉള്ളിൽ ഏകദേശം ഞാനൊരു 1 വീക്കിലേക്കാണ് റിട്ടേൺ എടുത്തത്. അത് ഡെമ്മിയാണ്. അപ്പോൾ ഏകദേശം ബഡ്ജറ്ററി ആയിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പാണ്. മെയിൻലി ഞാൻ പാസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്തൊക്കെയാണ് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ. അപ്പോൾ വളരെ ചുരുങ്ങിയ ഒരു ചിലവിൽ നമുക്ക് വന്ന് പോകാവുന്ന ഒരു സ്ഥലം കൂടിയാണ് മലേഷ്യ. വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് അതൊക്കെ നമ്മുടെ മൂഡ് അനുസരിച്ചാണ്. ഇപ്പോൾ പല ആൾക്കാർക്കും ലക്ഷറി ആയിട്ടുള്ള ആൾക്കാർ ബഡ്ജറ്ററി ആയിട്ട് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ ബഡ്ജറ്റീവ് ആണ് മലേഷ്യ കാരണം മെട്രോ ആണെങ്കിൽ വളരെ 2.6 റിങ്കറ്റിന് ഏകദേശം 40 റുപ്യക്കൊക്കെ ഒരാൾക്ക് ഏകദേശം 30-40 റുപ്യ ഉണ്ടെങ്കിൽ 20 റുപ്യ ആ ലെവലിലൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക, ചെറിയ മെട്രോ ഉണ്ട്. പിന്നെ KTM എന്ന് പറഞ്ഞിട്ട് വേറൊരു ട്രെയിൻ ഉണ്ട് വലുത് തന്നെ, KTMB. അത് ഒരുപാട് ദൂരങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇപ്പം തായ്ലൻഡ് ബോർഡറിലേക്കൊക്കെ ട്രെയിനൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. പിന്നെ സിറ്റിയിലാണെങ്കിൽ ഫ്രീ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ കയറിയിട്ടില്ല, പക്ഷേ ഫ്രീ ബസ് അവൈലബിൾ ആണ്. പിന്നെ ചെറിയ ഡിസ്റ്റൻസിലൊക്കെ നിങ്ങൾക്ക് ഫ്രീ ബസ്സാണ്. പിന്നെ അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളും വളരെ ചീപ്പറാണ്. നമ്മൾ വിചാരിച്ചതിനേക്കാളും നാട്ടിനേക്കാളും ഇപ്പോൾ അധികം ഫിഷ് ഐറ്റംസ് ആണ് ഇവിടെ. അധികം ആൾക്കാരും കഴിക്കുന്നത് ഫിഷും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഫിഷ് ഐറ്റംസ് ഏകദേശം ഒരു ഫിഷിന് 6 റിങ്കറ്റ് വരുന്നുണ്ട്. ഒരു ഫിഷും ഒരു ചോറ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു റൈസ് ഐറ്റം എടുക്കുകയാണെങ്കിൽ 2 റിങ്കറ്റിന് നമുക്ക് റൈസ് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ ചീപ്പറായിട്ട് നമ്മൾ ഐഡിയക്ക് അനുസരിച്ച് വന്നു പോകാൻ പറ്റിയ ഏരിയ തന്നെയാണ് മലേഷ്യ. അത് മാക്സിമം ആൾക്കാർക്ക് വിസ ഫ്രീ ഉള്ള സമയത്ത് മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ ഏകദേശം 1 വീക്കോ നിങ്ങളും ഇതിനനുസരിച്ച് നിങ്ങളുടെ ടൈമിനനുസരിച്ച് ജോബിൻ്റെ കാര്യങ്ങളൊക്കെ അനുസരിച്ച് നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി കൺട്രിയാണ്. എനിവേ ഐ ആം വൈൻഡിങ് അപ്പ് ദിസ് സെക്ഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് വാച്ച്. ഓക്കെ, താങ്ക് യു.